ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന പരാതി. കുഞ്ഞിന്റെ മൃതദേഹവുമായി ലേബർ റൂമിന് മുന്നിൽ പുലർച്ചെ ബന്ധുക്കൾ പ്രതിഷേധിച്ചത് സംഘർഷത്തിനിടയാക്കി. വണ്ടാനം തോപ്പ് സ്വദേശികളായ മനു സൗമ്യ ദമ്പതികളുടെ 8 ദിവസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. ലേബർ റൂമിൽ കിടക്കുമ്പോൾ നമുക്ക് ഡോക്ടറിനോട് ദേഷ്യപ്പെടാതെ മേടിക്കാനൊന്നും പറ്റത്തില്ല. അവര് നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കും. അതുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു, ഡോക്ടറെ എന്തിന്റെ വേദനയാണ്? ഗ്യാസിന്റെ വേദനയാണോ? ഗ്യാസിന്റെ വേദന പോയിക്കട എന്ന് പറഞ്ഞു. ഒട്ടും സഹിക്കാൻ വേദന. ഞാൻ അങ്ങോട്ടേന്ന് പറയാൻ എനിക്ക് വേദനയോട് പോയി എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അവരൊന്നും നോക്കിയതില്ല. അതുവരെ അവര് ചുമ്മാ നോക്കും. ഗ്യാസിന്റെയാ പോയി കിടന്നോ എന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഇവർക്ക് ഈ ഡോക്ടേഴ്സ് മെയിൻ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇത് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്ന. ഓപ്പറേഷൻ ചെയ്തിരുന്ന എന്റെ കുഞ്ഞിനെ എനിക്ക് കേട്ടതില്ലായിരുന്ന. മെയ് 28-നാണ് സൗമ്യയെ പ്രസവത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രി പ്രസവവേദനയും ബ്ലീഡിംഗും ഉണ്ടായി. ഇക്കാര്യം അറിയിച്ചിട്ടും ഡോക്ടർമാരും നഴ്സുമാരും സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഈ അനാസ്ഥയാണ് കുഞ്ഞിന്റെ ജീവനെടുത്തതെന്നും പരാതിയുണ്ട്. നമ്മൾ വാർഡിലാണേ പറയാം, നമ്മൾ വാർഡിലാണ്, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് കൊണ്ടുപോയത്. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ വാർഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞെങ്കിൽ ഇവർ മാറ്റിയില്ല. ഈ ലേബർ റൂമിൽ തന്നെയായിരുന്നു അവര് PV ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ മാറ് സൗമ്യ അവിടെ പോയി കിടന്നോ, സെക്കൻഡ് സ്റ്റേജിൽ കിടന്നോ, കുഴപ്പമൊന്നുമില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇവള് പിന്നെയും വയറുവേദന, പിന്നെയും PV ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയത്തില്ലേ പ്രസവ സമയമായെന്ന്. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ അമ്മയെ കാണിക്കുകയോ മുലയൂട്ടാൻ അവസരം നൽകുകയോ ചെയ്തില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. കുഞ്ഞിന് ഡയാലിസിസ് നടത്തിയെന്ന് അറിയിക്കുമ്പോഴാണ് ഗുരുതരാവസ്ഥയെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. പ്രസവിച്ച് 8-ാം ദിവസം മരിച്ച നിലയിലാണ് കുട്ടിയെ അമ്മയും അച്ഛനും കാണുന്നത്. ഹോസ്പിറ്റലിലെ അധികാരികളെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞ് ഇന്നൊരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ട്. പിന്നെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ വന്ന് നമ്മൾ അവിടെയും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെയുള്ള നടപടി എടുക്കാന്ന് പറഞ്ഞ് ഇനി എങ്ങനെയാവുമെന്ന് ഇനി വേറെ ആർക്കും വരാതിരിക്കാം. നമ്മുടെ വശം എന്തായാലും മരിച്ചു. കുഞ്ഞു മരിച്ചതോടെ പുലർച്ചെ ബന്ധുക്കൾ ലേബർ റൂമിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. രാവിലെ കോൺഗ്രസും BJPയും പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഭവത്തിൽ അമ്പലപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാമും അറിയിച്ചു. 1.5 മാസത്തിനിടയിൽ ചികിത്സാ പിഴവ് മൂലം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിക്കുന്ന 3ാമത്തെ മരണമാണിത്. ആശുപത്രിയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നിയുക്ത MP KC വേണുഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിളിച്ചു. റിപ്പോർട്ടർ ആലപ്പുഴ.